ഈ വീഡിയോ സീരീസിൽ നമ്മൾ ആത്മനിർഭർ ഭാരത് അഥവാ സെൽഫ് റിലയൻറ്റ് ഇന്ത്യ എന്ന സ്കീമിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വീഡിയോസിലായിട്ട് ഇതിൻ്റെ ഇൻട്രൊഡക്ഷനും ഫസ്റ്റ് ടു ഫോർത്ത് ട്രാഞ്ച് വരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ ഫിഫ്ത്ത് ട്രാഞ്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഫിഫ്ത്ത് ട്രാഞ്ച് ഡീൽസ് വിത്ത് എംപ്ലോയ്മെൻറ്റ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് എക്സെട്ര. ഈ ഏരിയസിലാണ് ഫിഫ്ത്ത് ട്രാഞ്ച് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഹെൽത്തിലൊക്കെ നമ്മുടെ GDP വളരെ കുറവാണ്. 1.5% GDP മാത്രമേ നമ്മൾ ഹെൽത്തിന് വേണ്ടിയൊക്കെ ചിലവാക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം തീർച്ചയായും നമുക്ക് വേണ്ടത് കുറേ ഹെൽത്ത് റിഫോംസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു സ്കീമിൽ ഹെൽത്ത് റിഫോംസിനെ പറ്റി കുറച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹെൽത്ത് കെയർ സിസ്റ്റത്തിൻ്റെ വീക്ക്നെസ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തായാലും ഇഷ്ടംപോലെ വീക്ക്നെസ് ഉണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞു 1.5% GDP, അത്രയേ ഉള്ളൂ. പിന്നെ ഡെഡിക്കേറ്റഡ് ഹോസ്പിറ്റൽസും ലാബ്സും ഇല്ല ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്, വളരെ കുറവാണ്. ലാക്ക് ഓഫ് ഡെഡിക്കേറ്റഡ് ഹോസ്പിറ്റൽസ് ആൻഡ് ലാബ്സ് ഫോർ ടെസ്റ്റിംഗ്. പിന്നെ 2017 നാഷണൽ ഹെൽത്ത് പോളിസി പ്രകാരം ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഹാസ് ടു ബി 2.5% ബൈ ദി എൻഡ് ഓഫ് 2025. ഇത് ഇപ്പോൾ 2020, 5 വർഷം കൊണ്ട് നമുക്ക് 1.5% ഓഫ് GDP ഇതിനെ കൂട്ടി 2.5% ഓഫ് GDP ആയിട്ട് ഉയർത്താനുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൻ്റെ വീക്ക്നെസ് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പം സ്കീമിൽ പറയുന്നത് നമ്മൾ പബ്ലിക് ഹെൽത്തിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൂട്ടേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട്. വളരെ കുറവാണ് പബ്ലിക് ഹെൽത്തിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ. അതേപോലെ തന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓൺ ഹെൽത്ത് നീഡ്സ് ടു ബി ഇൻക്രീസ്ഡ്. അല്ല, വളരെ കുറവ്. നമ്മൾ വെസ്റ്റേൺ നേഷൻസൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓൺ ഹെൽത്ത് ഈസ് വെരി ലോ. അതേപോലെ തന്നെ ഗ്രാസ് റൂട്ട് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടതുണ്ട്. ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റേഴ്സ് എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇൻക്രീസ് ചെയ്യണം ഇൻ റൂറൽ ആൻഡ് അർബൻ ഏരിയാസ്. ആയുഷ്മാൻ ഭാരത് സ്കീം നമുക്കറിയുന്ന കാര്യമാണ്. ആയുഷ്മാൻ ഭാരത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആയുഷ്മാൻ ഭാരതിൻ്റെ സ്കീമിൻ്റെ ഉള്ളിൽ 1.5 lakh സബ് ഹെൽത്ത് സെൻറ്റേഴ്സ് ആൻഡ് പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിനെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റേഴ്സായിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, പിന്നെ വേണ്ടത് നമുക്ക് ഇന്ത്യയെ ഫ്യൂച്ചർ പാൻഡമിക്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ കേരളം കോവിഡിനെ തരക്കേടില്ലാത്ത രീതിയിൽ കുറച്ചെങ്കിലും പ്രതിരോധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ നിപ്പ വൈറസ് വന്നപ്പോൾ നമ്മൾ പ്രതിരോധിച്ചപ്പോൾ വന്ന ലെസൺസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അതുപോലെ തന്നെ നമുക്കിനി ഫ്യൂച്ചർ പാൻഡമിക്സിൽ ഇന്ത്യ മൊത്തമായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ഇൻഫെക്ഷ്യസ് ഡിസീസ് ഹോസ്പിറ്റൽ ബ്ലോക്ക്സ് സെറ്റ് ചെയ്യും. ഓക്കെ, എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇൻഫെക്ഷ്യസ് ഡിസീസസ് ഹോസ്പിറ്റൽ ബ്ലോക്ക് സെറ്റ് ചെയ്യും. പിന്നെ ഒരു ഇൻ്റഗ്രേറ്റഡ് പബ്ലിക് ഹെൽത്ത് ലാബ്സ് സെറ്റ് ചെയ്യും. കാരണം ലാബ് നെറ്റ്വർക്കും സർവൈലൻസും ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാറ്റ്ഫോം ഫോർ വൺ ഹെൽത്ത്, ICMRൻ്റെ കീഴിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാറ്റ്ഫോം ഫോർ വൺ ഹെൽത്ത് സ്ഥാപിക്കുക. ഇതിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ വേരിയസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരും, വിച്ച് ഈസ് സ്പെഷ്യലൈസിങ് ഇൻഫെക്ഷ്യസ് ഡിസീസസ്. ഓക്കെ, അപ്പം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാറ്റ്ഫോം ഫോർ വൺ ഹെൽത്ത് അണ്ടർ ICMR. ഓക്കെ, എന്താണ് ഇൻഫെക്ഷ്യസ് ഡിസീസസിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനെ ഒരു കുടക്കീഴിൽ കൊണ്ടുപോകുക, ടു ബ്രിങ് ഇറ്റ് ടുഗെദർ. ഓക്കെ, പിന്നെ നാഷണൽ ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ. ഈ നാഷണൽ ഡിജിറ്റൽ ഹെൽത്ത് മിഷനെ റെക്കമെൻഡ് ചെയ്തത് സത്യനാരായണ കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കമ്മിറ്റിയാണ് നാഷണൽ ഹെൽത്ത് ഡിജിറ്റൽ മിഷനെ റെക്കമെൻഡ് ചെയ്തത്. കമ്മിറ്റി റെക്കമെൻഡ് ചെയ്ത വേറൊരു കാര്യം നാഷണൽ ഡിജിറ്റൽ ഹെൽത്ത് ബ്ലൂ പ്രിൻറ്റ് എന്നൊരു സംഭവമാണ്. ഓക്കെ, ആൻഡ് ദിസ് നാഷണൽ ഡിജിറ്റൽ ഹെൽത്ത് ബ്ലൂ പ്രിൻറ്റ് വിൽ ആക്ട് ആസ് എ റെഫറൻസ് ഫോർ ദി ക്രിയേഷൻ ഓഫ് നാഷണൽ ഡിജിറ്റൽ ഹെൽത്ത് എക്കോസിസ്റ്റം. അപ്പോൾ ഈ റെക്കമെൻഡ് അനുസരിച്ച് നാഷണൽ ഡിജിറ്റൽ ഹെൽത്ത് ബ്ലൂ പ്രിൻറ്റിനെ നാഷണൽ ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ്റെ ഉള്ളിൽ കൊണ്ടുവരും. അപ്പം ഈ സ്കീമെന്നും കാര്യങ്ങളെന്നൊക്കെ നമുക്ക് മനസ്സിലായതൊരു കാര്യം, നമുക്ക് കൂടുതൽ പ്രൈവറ്റ് പ്ലേയേഴ്സിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, കൂടുതൽ പ്രൈവറ്റ് പ്ലേയേഴ്സും സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനും ഇതിൽ കുറച്ചും കൂടെ ബെറ്ററായിട്ട് എൻഗേജ് ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യയുടെ ഹെൽത്ത് സെക്ടർ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ പ്രൈവറ്റ് പ്ലേയേഴ്സും സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സും കുറച്ചും കൂടെ നല്ല
പ്രൊആക്റ്റീവ് മെഷേഴ്സ് എടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഉള്ളത് MG നരേഗ. MG നരേഗയിലേക്കുള്ള അലോക്കേഷൻ കൂട്ടണം. MG നരേഗ എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു പോയിൻ്റാണ് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം 400 മില്യൺ ആളുകൾ, 400 മില്യൺ പീപ്പിൾ ഓഫ് ഇൻഫോർമൽ എക്കോണമി ഇൻ ഇന്ത്യ ഏത് നേരം വേണമെങ്കിലും പോവർട്ടിയിലോട്ട് വീഴാം. ഓക്കെ, അവരെപ്പോൾ വേണമെങ്കിലും പോവർട്ടിയിലോട്ട് വീഴാം. അങ്ങനെ ഒരു റിസ്ക്കിലാണ് ഇന്ത്യയിലെ 400 മില്യൺ ആളുകൾ ഉള്ളത്. അത് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇൻഫോർമൽ എക്കോണമി, ഇൻഫോർമൽ സെക്ടറിലോട്ട് കുറച്ചും കൂടെ ഒരു അറ്റൻഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ അറ്റൻഷൻ കൊടുക്കാൻ ഏറ്റവും നല്ലൊരു സംഭവമാണ് ഈ MG നരേഗ. ഓക്കെ, ഇപ്പോൾ MG നരേഗയുടെ പ്രകാരം 40,000 crore MG നരേഗയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ആത്മനിർഭർ ഭാരത്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്? ഈ റിട്ടേണിങ് മൈഗ്രൻസിന് ഒരു എംപ്ലോയ്മെൻറ്റ് കിട്ടും, റൈറ്റ്. അതേപോലെ തന്നെ റൂറൽ ഏരിയാസിൽ ഡിമാൻഡ് ബൂസ്റ്റ് ചെയ്യും. ഈ ഞാൻ ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, COVID-19 വന്നതിൻ്റെ ഒരു ഡുവൽ ഷോക്ക് എന്ന് പറഞ്ഞാൽ അതിലൊന്ന് ലാക്ക് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഇപ്പോൾ ഈ സ്കീമിലുള്ള പല കാര്യങ്ങളും സപ്ലൈ ഓറിയൻറ്റഡ് ആണ്, പക്ഷേ ഈ ഒരു സംഭവം നമുക്ക് ഡിമാൻഡ് ഓറിയൻറ്റഡ് ആണ്. കുറച്ചും കൂടി ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കൂടുതൽ ഫോക്കസ് ഉള്ളത് വാട്ടർ കൺസർവേഷൻ അസറ്റ്സിലോട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഗുണം എന്താണ്? മൺസൂൺ സീസൺ വരുമ്പോൾ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതൊക്കെയാണ് MG നരേഗയിലോട്ട് അലോക്കേഷൻ ഇൻക്രീസ് ചെയ്താലുള്ള ബെനിഫിറ്റ്സ്. അടുത്ത ടെക്നോളജി ഡ്രിവൻ എഡ്യൂക്കേഷൻ വിത്ത് ഇക്വിറ്റി. ടെക്നോളജി ഡ്രിവൻ എഡ്യൂക്കേഷൻ, റൈറ്റ്. അതായത് ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള നമുക്ക് ഡിജിറ്റൽ ഇന്ത്യയും മേക്ക് ഇൻ ഇന്ത്യയും സ്റ്റാർട്ടപ്പ് ഇന്ത്യ എല്ലാം യൂസ് ചെയ്തിട്ട് ടെക്നോളജിയിൽ കുറച്ചും കൂടെ എംഫസിസ് കൊടുത്തിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ, അതാണ് അടുത്ത കാര്യം. അപ്പം ഇതിൽ നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ. PM-eVidya പ്രോഗ്രാം. ഓക്കെ, PM-eVidya പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ദീക്ഷ. ദീക്ഷ എന്താണെന്ന് താഴെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്ന് കണ്ടൻറ് ആൻഡ് QR കോഡഡ് എനർജൈസ്ഡ് ടെക്സ്റ്റ് ബുക്ക്. QR കോഡുള്ള ടെക്സ്റ്റ് ബുക്ക് എല്ലാ ഗ്രേഡിനും. ഓക്കെ, 1 നേഷൻ 1 ഡിജിറ്റ്. അപ്പോൾ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ ഉള്ളിൽ കീഴിൽ കൊണ്ടുവരാം. ദീക്ഷ അവിടെ ശ്രദ്ധിച്ചു, താഴെ പറയുന്നുണ്ട്. നാഷണൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ തന്നെ വേറൊരു പേരാണ് ദീക്ഷ. ഓക്കെ, അത് നെക്സ്റ്റ് വരാൻ പോവാം. പിന്നൊന്ന് ഓരോ ക്ലാസ്സിനും ഓരോ TV ചാനൽ, 1 ഇയർ മാക്ട് TV ചാനൽ പെർ ക്ലാസ് ഫ്രം 1 to 12. കേരളത്തിന് വിക്ടേഴ്സ് ചാനൽ ഉണ്ട് അല്ലേ, അതുപോലെ ഓരോ ചാനലിനും ഓരോ ക്ലാസ്സിനും ഓരോ ചാനൽ. പിന്നെ റേഡിയോ കുറച്ചും കൂടെ നല്ലപോലെ യൂസ് ചെയ്യാൻ, കാരണം ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് മൊത്തമായിട്ട് എത്തിയിട്ടില്ല. ഇന്ത്യ പോലുള്ള കൺട്രിയിലൊക്കെ ഇൻ്റർനെറ്റിൻ്റെ എക്സ്പോഷറൊക്കെ വളരെ വീക്കാണ്. ഇനിയും അത്യാവശ്യം എഫക്റ്റീവായിട്ടുള്ളത് റേഡിയോ ആണ്, റൈറ്റ്. റേഡിയോയും TVയും. റേഡിയോ ആകുമ്പോൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് പോകും. അപ്പോൾ എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് റേഡിയോ ഈസ് നീഡഡ്. പിന്നെ വിഷ്വലി ആൻഡ് ഹിയറിംഗ് എംപയർഡ് അവർക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ കണ്ടൻറ്റ്. കാഴ്ചയില്ലാത്തവർക്കും കേൾക്കാൻ പറ്റാത്തവർക്കൊക്കെ ഒരു സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയം വഴി പറ്റില്ല. അപ്പോൾ അവർക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കണ്ടൻറ്റിൻ്റെ ആവശ്യമുണ്ട്, റൈറ്റ്. ഇതൊക്കെയാണ് PM-eVidya. ദീക്ഷ എന്ന് പറയുന്നത് നാഷണൽ ടീച്ചേഴ്സ് പ്ലാറ്റ്ഫോം ഇസ് ഓൾസോ നോൺ ആസ് ദീക്ഷ. ഇത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൻ്റെയാണ്. ഇത് സംഭവം വെച്ചാൽ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട്, സ്കൂൾ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് ആൻഡ് റിസോഴ്സസ്. ഓക്കെ, ഇതാണ് ദീക്ഷയ്ക്കകത്ത് വരുന്നത്. ഇപ്പം ടീച്ചേഴ്സിൻ്റെ നിലവാരം ഉയർത്താനുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് മനോദർപ്പൺ. പേര് തന്നെ ഉണ്ട്, മനം. സൈക്കോ സോഷ്യൽ സപ്പോർട്ട് കൊടുക്കാനാണ് ഫോർ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് ആൻഡ് ഫാമിലീസ്, മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അത് ഇതുവരെ ലോഞ്ച് ചെയ്യില്ല, ഇറ്റ് ഈസ് ടു ബി ലോഞ്ച്ഡ്. ഇപ്പോൾ പ്രശ്നം എന്താണ്? പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത ഡിജിറ്റൽ ഡിവൈഡ്. ഇപ്പോൾ ഇൻ്റർനെറ്റ് റിപ്പോർട്ട് 2019 പ്രകാരം, ഇങ്ങനെ റിപ്പോർട്ടുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 36% ഇന്ത്യൻ പോപ്പുലേഷനിൽ മാത്രമേ ഇൻ്റർനെറ്റിലോട്ട് ആക്സസ് ഉള്ളൂ, റൈറ്റ്. അപ്പോൾ അതൊരു ഡിസ്പാരിറ്റിയിലോട്ട് ലീഡ് ചെയ്യും. ചില
ചില മേഖലകളിലുള്ളവർക്ക് മാത്രം എഡ്യൂക്കേഷൻ, ചില ആളുകൾക്ക് എഡ്യൂക്കേഷൻ കിട്ടാത്തൊരവസ്ഥ വരും. ഓക്കെ, അപ്പം ദർ ഇസ് എ നീഡ് ടു പ്രൊമോട്ട് ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം, ഈ ഡിജിറ്റൽ ഡിവൈഡ്, ടു ഗെറ്റ് അവേ വിത്ത് ഡിജിറ്റൽ ഡിവൈഡ്. ഓക്കെ, ഇതൊക്കെയാണ് ടെക്നോളജി ഡ്രിവൻ എഡ്യൂക്കേഷൻ. ഇനി അടുത്തത് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് പോളിസി ഫോർ എ ന്യൂ സെൽഫ് റിലയൻറ്റ് ഇന്ത്യ. അപ്പോൾ പുതിയ പോളിസി പ്രകാരം എല്ലാ സെക്ടറും പ്രൈവറ്റ് സെക്ടറിന് ഓപ്പൺ ആയിരിക്കും. ഓക്കെ, എല്ലാത്തിലും നമ്മൾ പ്രൈവറ്റ് പ്ലേയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യണം. അതായത് സ്ട്രാറ്റജിക് സെക്ടറിൽ അനുസരിച്ച് സ്ട്രാറ്റജിക് സെക്ടറിലോട്ട് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് 1 പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ് ഉണ്ടായിരിക്കും. ബാക്കിയുള്ള എല്ലായിടത്തും പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. നെക്സ്റ്റ് വൺ ഈസ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ത്രൂ IBC റിലേറ്റഡ് മെഷേഴ്സ്. ഇപ്പോൾ ഇത്രയും കാലം ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ഇൻവോക്ക് ചെയ്യണമെങ്കിൽ 1 lakh ആയിരുന്നു ത്രഷോൾഡ്. ഓക്കെ, ഇപ്പം അത് 1 crore ആയിട്ട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഇൻസോൾവൻസി റെസൊല്യൂഷൻ ഫോർ ഫ്രെയിം വർക്ക് ഈസ് ടു ബി മെയ്ഡ്. ഇൻസോൾവൻസിയും ബാങ്ക്രപ്സി കോഡ് ഞാൻ പ്രത്യേകിച്ച് വേറെ വീഡിയോ ഉണ്ടാക്കാൻ നോക്കാം, അത് വീഡിയോ വലുതാവും. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ കമ്പനീസ് ആക്ട് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. അപ്പം കമ്പനീസ് ആക്ട് 2013 കുറേ പ്രൊവിഷൻസ് ഉണ്ട്. ഓക്കെ, ഇതിലെ ചില പ്രൊവിഷൻസ് വയലേറ്റ് ചെയ്താൽ അത് ക്രിമിനൽ ഒഫൻസ് ആയിട്ട് കണക്കാക്കുമായിരുന്നു. ഇപ്പം കോവിഡ് വന്നതോടെ എല്ലാ കമ്പനീസ് ആക്ടിലെ എല്ലാ പ്രൊവിഷൻസും അതുപോലെ ഒബേ ചെയ്യാൻ പറ്റിയെന്ന് വരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് കമ്പനീസ് അമെൻമെൻറ്റ് ബിൽ 2020 ഇൻട്രൊഡ്യൂസ് ചെയ്യും ഓർഡിനൻസ് ആയിട്ട്. അപ്പോൾ അതിൽ ചില ഒഫൻസുകളെ ഡീക്രിമിനലൈസ് ചെയ്യും. ഓക്കെ, അപ്പം 2013 കമ്പനീസ് ആക്ട് പ്രകാരം ചില പ്രൊവിഷൻസ് ക്രിമിനൽ ഒഫൻസായി മാറുമായിരുന്നു, അതൊക്കെ ഡീക്രിമിനലൈസ് ചെയ്യും. പിന്നെ സപ്പോർട്ട് ടു സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. അപ്പോൾ ഇതിൽ ആർട്ടിക്കിൾ 292 293 ഒന്ന് റെഫർ ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ അതിൽ പറയുന്നത് എന്താ വെച്ചാൽ ബോറോവിങ് ലിമിറ്റ് ഉണ്ട് സ്റ്റേറ്റ്സിന്. ഇറ്റ് വാസ് 3%. അപ്പോൾ കോവിഡ് വന്നതോടെ ഈ 3% ഒതുക്കാൻ പറ്റുന്നില്ല. സോ ഇറ്റ് ഹാസ് ബീൻ ഇൻക്രീസ്ഡ് ടു 5%, റൈറ്റ്, ഫോർ 2021 കേട്ടോ. ഇപ്പോൾ എല്ലാ കാലത്തേക്കും അല്ല, 20 to 21 വരെ സെൻട്രൽ ബോറോവിങ് ലിമിറ്റ് ഇൻക്രീസ് ചെയ്യും. ഇതൊക്കെയാണ് 5th ട്രാൻചയിൽ ഡീൽ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഒരു 1-2 കൺസേൺസ് വെച്ചാൽ ഫോക്കസ് ഈസ് മെയിൻലി ഓൺ മോണിറ്ററി സൈഡ്. ഇപ്പം 5 ട്രാൻച് നിങ്ങൾ ഫോളോ ചെയ്താൽ മനസ്സിലാവും, കൂടുതൽ മോണിറ്ററി സൈഡാണ്, ഫിസ്ക്കൽ പോളിസി അല്ല. ഓക്കെ, കൂടുതലും മോണിറ്ററി പോളിസിയാണ്, ഫിസ്ക്കൽ പോളിസി ഇല്ല. കാരണം ഇതിൽ ഗവൺമെൻറ് ഒരു ഗ്യാരണ്ടറായിട്ട് നിൽക്കുകയാണ്, റൈറ്റ്. കാരണം ഫിസ്ക്കൽ കൊടുത്താൽ അത് ഡിഫോൾട്ട് ആവാൻ സാധ്യതയാണ്. അപ്പം ഗവൺമെൻറ് ഗ്യാരണ്ടി നിന്നിട്ട് മോണിറ്ററി ആയിട്ടാണ് കൂടുതലും പൈസ പോകുന്നത്. അതേപോലെ തന്നെ ഫോക്കസ് ഈസ് മോർ ഓൺ സപ്ലൈ സൈഡ് റാദർ ദാൻ ഡിമാൻഡ് സൈഡ്. സപ്ലൈ കൂട്ടാനുള്ള ഒരു ആംഗിൾ നിന്നാണ് ഇപ്പോഴും ഗവൺമെൻറ് ശ്രമിക്കുന്നത്, ഡിമാൻഡിലേക്ക് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല.